അണ്ണാ ചില്ലി കുപ്പി ബെവറേജ് കൊടുത്ത 20 രൂപ ഇട്ടോട്ടെ. ഞാൻ 10 കുപ്പി വേറെ മാറ്റിയിട്ടേക്കാം. ഒരു കോട്ടൺ ആയില്ലേ? എങ്ങനെയുണ്ട്? എന്റെ അരുണേ, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞ് ഇയാൾ ഇതൊന്നും അറിഞ്ഞില്ലയോ? ഷോ അങ്ങനെയൊക്കെ സംഭവിച്ചാണ്. ഇതിലിപ്പോ വല്ലാത്തൊരു ചതിയായി പോയേട്ടാ. അതൊക്കെ കഴിഞ്ഞടേ, ഭരണമൊക്കെ മാറി. ഇടിച്ച് കൊന്നാളെ അണ്ണാ അത് ഞാൻ എന്നെ പോലുള്ള മാന്യമാരൊക്കെ നിൽക്കുമ്പോഴാണ് അതല്ല അതല്ല എന്താ നോക്കണ്ട പോയി ഇത് തുറക്കരുത്. പറഞ്ഞു മനസ്സിലായില്ലേ? ആ മനുഷ്യനെ നിങ്ങൾ എന്ത് കൊച്ചു പിള്ളേരെ പോലെ മിണ്ടായിരുന്നാണ് അണ്ണാ നോക്കണ്ട കേക്ക് പറയുന്ന മനസ്സിലാക്കുക. നീ മദ്യപിക്കാന്നുള്ളത് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ മോശമാണത്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും. മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അങ്ങ് കൊടുത്തേക്കാം. അവനവന്റെ അയാൾ അധ്വാനിച്ച് അയാൾ വേണം കഴിക്കാൻ. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ പോലെ ചെറുപ്പക്കാരുണ്ടല്ലോ. ശരി സാറേ, ശരി മാന്യ. ഒരു പുതിയ ഇവിടെ വേണ്ടതുണ്ടായിരുന്നു. പുതിയ അതൊരു കേക്കല്ലേ സാർ? രണ്ട് കേക്ക്. അത് തന്നെ. അത് എന്റെ ഒരു സുഹൃത്ത് എടുത്തായിരുന്നു. അത് സാറിന് അറിയാന്നുള്ള ആളെ സാറിന് തരാന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ കണ്ടില്ല. അയാൾ പോയി. നമുക്കത് അങ്ങോട്ട് നോക്കാം. വാ സാറേ. സാറ് ദൂട്ടിരിക്കുന്നു. വെള്ളം അണ്ണാ അണ്ണാ സാമദ്രോഹി അത് തിന്നോടാ. എന്നെ കൊലക്കുറ്റത്തിന് ജയിലിൽ കയറ്റോടാ നീയൊക്കെ കൂടെ. അതെ സാറേ, രണ്ട് കേക്ക് എന്ന കേക്കിനകത്ത് ഞാൻ എലിവേഷൻ ചേർത്തോട്ട് വന്നതാടാ. വീട് നിറച്ച് എലി. അതിന് നിങ്ങൾ തിന്നു വെള്ളം വണ്ടിയോ? ആണോ? 108 നമ്പർ പറഞ്ഞു സാറേ. 108 നമ്പർ പറഞ്ഞു.